ഇതാണ് നമ്മുടെ തിരുവണ്ണാമലൈ ബസ് സ്റ്റോപ്പ് കേട്ടോ. ഒരുപാട് ബസ്സുകളുണ്ട്. തൃച്ചി, കോയമ്പത്തൂർ, അതേപോലെ തന്നെ മധുരൈ, ചെന്നൈ ഭാഗങ്ങളിലൊക്കെ പോകുന്ന ബസ്സുകൾ ഇവിടെയുണ്ട്. തൊട്ട് മുമ്പിൽ കാണുന്നതാണ് അണ്ണാമലൈ അല്ലെങ്കിൽ തിരുവണ്ണാമലൈ. ആ മലയുടെ പേരാണ് അണ്ണാമല കേട്ടോ. ആ മലയുടെ പേരിൽ തന്നെയാണ് ഈ നാടിൻ്റെ പേരും കൂടി അറിയപ്പെടുന്നത്, തിരുവണ്ണാമല. നമ്മുടെ നാട്ടിൽ കാണാത്തൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ അമ്മ സൈക്കിൾ ചവിട്ടി പോകുന്നുണ്ടോ? സാധാരണ നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊന്നും ഇതുപോലെ സൈക്കിൾ ചവിട്ടി പോകത്തില്ല. തിരുവണ്ണാമലയിൽ വന്നിട്ട് ലൈം സോഡയൊന്നും കുടിക്കാതിരിക്കുന്നത് കേട്ടോ നല്ലത്. കാരണം ഒരു ഗ്ലാസ്, അതായത് നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിൽ കൊടുക്കുന്ന ലൈം സോഡയ്ക്ക് 30 രൂപയാണ്. ചെറിയ ഗ്ലാസ്, വളരെ ചെറിയ ഗ്ലാസ്സിൽ കൊടുക്കുന്ന ലൈം സോഡയ്ക്ക് 30 രൂപ. അപ്പം ലൈം സോഡയൊന്നും കുടിക്കാതിരിക്കുക കഴിവതും. സാധാരണ വെള്ളം മാത്രം വാങ്ങി കുടിക്കുക കേട്ടോ. നമ്മൾ വന്ന ബസ് പോകുന്നു, 316 നമ്പർ ബസ്സാണ് കേട്ടോ, പർവ്വതമലയിലുള്ള. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ എല്ലാം മാവ് കൃഷിയാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഒരു എസ്റ്റേറ്റ് തന്നെയാണ്. മാങ്ങ ഇല്ല കേട്ടോ, ഒരെണ്ണത്തിലും പിടിച്ചു വരുന്നേ ഉള്ളൂ, ആവുന്നതേ ഉള്ളൂ. അതെ, ആ ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ പർവ്വതമല. ഇതായിരിക്കും നമ്മുടെ ടോപ്പ് പർവ്വതമല. അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ ട്രെക്കിങ് കേട്ടോ. ആൾ താമസമൊക്കെ ഉണ്ട്, ഷെഡൊക്കെ വെച്ചിട്ട് ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തേന്മതി വില്ലേജിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രെക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ പർവ്വതമലയിലേക്ക്. പക്ഷേ എൻ്റെ പുറകിലെ കാഴ്ച ഉണ്ടോ, ഗ്രീനറി, എന്താ കാഴ്ചയെന്നറിയാം. നമ്മുടെ കേരളത്തെ പോലെയല്ലേ, കേരളം അല്ല കേട്ടോ, ഇത് തമിഴ്നാടാണ് അതല്ലേ. നമ്മുടെ തെങ്ങും വയലും ഒക്കെ ആയിട്ട് ആ പച്ചപ്പ് അതിമനോഹരമാണ് കേട്ടോ ഇത്. തേന്മതി മംഗലത്ത് നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ ബേസ് സ്റ്റേഷന്. അവിടെ വരെ നടക്കണം നമ്മൾ 4 കിലോമീറ്റർ. അതും 3 മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ അവിടെ എത്തണം. കാരണം അവിടെ പേര് രജിസ്റ്റർ ചെയ്യണം എന്നാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. എങ്കിൽ മാത്രമേ അവർ അവിടെ നിന്ന് മേലേക്ക് കയറ്റുകയുള്ളൂ. അപ്പോൾ 3 മണിക്ക് മുമ്പ്, ഇപ്പോൾ ഏകദേശം 12 ആയിക്കാണ്, 12 കേട്ടോ. 3 മണിക്ക് മുമ്പ് അവിടെ എത്തണം, 4 കിലോമീറ്റർ നടന്നിട്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല റോഡാണ്, ഞാൻ കാണിച്ചു തരാം റോഡ്. ഈ കാണുന്നതാണ് നമ്മുടെ തേന്മതി മംഗലത്തെ റോഡുകൾ. ചെറുതാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ റോഡുകൾക്കൊക്കെ. കാരണം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് റോഡുകൾക്കൊക്കെ. അല്ല, നമ്മൾ ആ വയലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. അതുപോലെ പോകുന്ന വഴിക്കൊക്കെ ലോഡ്ജുകളും അവൈലബിളാണ്. അത്യാവശ്യം നമുക്ക് സ്റ്റേ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലോഡ്ജുകളും അവൈലബിളാണ് ഇവിടെ. ഞാൻ വന്നത് തിരുവണ്ണാമലൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. തിരുവണ്ണാമലൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, അതായത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം 25 രൂപയുണ്ട് ബസ്സിന് തേന്മതി മംഗലം വില്ലേജിലേക്ക്. ബസ്സുകളൊക്കെ അവൈലബിളാണ് കേട്ടോ. എനിക്കൊന്ന് ഉച്ചയ്ക്ക് മാത്രമേ ബസ്സുകളുടെ ഒരു കുറവുള്ളൂ ശരിക്കും. ഉച്ചയ്ക്കാകെ 2-3 ബസ്സുകൾ മാത്രമേ ഉള്ളൂ. രാവിലെയും വൈകുന്നേരങ്ങളിലായിട്ട് ബസ്സുകളുണ്ട്. എന്നിരുന്നാലും ബസ്സുകളുടെ സമയം ചോദിച്ചിട്ട് വരിക കേട്ടോ. എല്ലാ സമയത്തൊന്നും ബസ്സുകളില്ല, ബസ്സുകളുണ്ടെങ്കിലും എല്ലാ സമയത്തൊന്നും ബസ്സുകളില്ല, ചോദിച്ചിട്ട് വരിക ബസ്സുകൾ. ഞാൻ വന്ന ബസ്സിൻ്റെ നമ്പർ 316 കേട്ടോ. നേരെ മുമ്പിൽ പർവ്വതമല, അവിടേക്കാണ് നമ്മളിന്ന് ട്രെക്ക് ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം പർവ്വതമലയിൽ സ്റ്റേ ചെയ്ത് അവിടുത്തെ സൂര്യാസ്തമയം കണ്ട് രാവിലത്തെ സൂര്യോദയം കൂടി കണ്ടിട്ട് തിരിച്ചു വരികയാണ് എൻ്റെ ലക്ഷ്യം. അപ്പം എത്രത്തോളം വീഡിയോ എടുക്കാൻ കഴിയും എന്നെനിക്ക് അറിഞ്ഞൂടാ. കാരണം ട്രെക്ക് ചെയ്ത് മേലേക്ക് എത്തുമ്പോഴത്തേനും രാത്രിയാവും, എന്തായാലും വൈകുന്നേരമാകും. അപ്പോൾ പിള്ളേരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അവരൊക്കെ രാവിലെ പോയതാണെന്ന് തോന്നുന്നു. ആ കാണുന്ന മുഴുവൻ മലയും നമുക്ക് കയറണം കേട്ടോ. 1, 2, 3, 4 മല കയറണം നമുക്ക്. അതായത് ഇപ്പോഴും ഏകദേശം 12:45 ആയതേ ഉള്ളൂ. പർവ്വതമല കയറി മേലേക്ക് എത്തുമ്പോൾ ഏകദേശം 3 മണി 4 മണി ആവും എന്നാണ് മേലേക്ക് പോയി വരുന്ന ആളുകൾ പറയുന്നത്. ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ
ഇത് എൻ്റെ തൊട്ട് മുമ്പിലാണ് കേട്ടോ പർവ്വതമല, കാണിച്ചു തരാം. ഇതായിരിക്കുന്നു ആ മലയാണ് നമുക്ക് കയറേണ്ടത്. നമ്മളിപ്പോഴിതേ ഈ വഴിക്കോ കൂടി പോയിരിക്കുകയാണ്. ഇത് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇത് ഫോറസ്റ്റിനകത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെനിക്കൊന്നു തീർത്ഥാടകർക്ക് വേണ്ടി കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. തേന്മതി മംഗലം ഉണ്ടല്ലോ, ശരിക്കൊരു വില്ലേജ് തന്നെ കേട്ടോ. ചേട്ടൻ പശുവിനെ കഴിച്ച് വരുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ആയില്ലേ. അല്ല, ശരിക്കും ആ ഒരു പച്ചപ്പുണ്ടല്ലോ, അത് ശരിക്കും അറിയാനുണ്ട് കേട്ടോ, നമുക്ക് ആസ്വദിക്കാനുണ്ട്. രാവിലെയാണ് ഇതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇതിപ്പോൾ സന്ധ്യയായി കേട്ടോ, 6 മണിയായി. അല്ല, തമിഴ്നാട്ടിലെ വീടുകളുടെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലേ, ബോക്സ് ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഒട്ടുമിക്ക എല്ലാ വീടുകൾക്കും ഇതേ സ്ട്രക്ചർ തന്നെ കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല. ഒരുത്തൻ കുറച്ച് സമയം എൻ്റെ പുറകെ കൂടാൻ തുടങ്ങിയിട്ട് അവനെന്തെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ച്. ഇപ്പം എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് ഈ ഒരു ഗ്ലൂക്കോസ് വിറ്റ മാത്രമേ ഉള്ളൂ. കൊടുത്തു നോക്കാം, കഴിക്കുമോ നോക്കാം നമുക്ക്. എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് നീ കഴിക്കൂലേ? കഴിക്കടാ. കഴിക്കാൻ പറ്റില്ലേ? കഴിക്കടാ, അത് കഴിക്കടാ. അവന് ഗ്ലൂക്കോസ് ഫിറ്റ് വേണം കേട്ടോ. വേറെ ഒന്നുമില്ലടാ കയ്യിൽ. മറ്റവൻ കഴിക്കുന്നുണ്ട് കേട്ടോ, അവൻ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും കഴിക്കുന്നില്ല. 3 പട്ടികൾ കൂടി കയ്യിൽ. കടിക്കരുത് കേട്ടല്ലോ, കടിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും. എൻ്റെ പൊക്കലിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അതെ, അവനത് കഴിക്കാൻ പോയി. ബാക്കി 2 എൻ്റെ പുറകെ തന്നെ. പാല് ഇറക്കുന്നു. വൈകുന്നേരത്തെ കറവയാണ് കേട്ടോ. ഒരുപാട് പശുക്കളുണ്ട്. 2, 4, 6, 8 പശുക്കളുണ്ട്. ഒരു കാക്ക, അവനും വേണം എന്തെങ്കിലുമൊക്കെ. എനിക്ക് ചുറ്റും പാറി കളിക്കാൻ നോക്കി കുറച്ച് സമയമായി കേട്ടോ. തേന്മതി മംഗലത്തു നിന്ന് ഇനി തിരുവണ്ണാമലയ്ക്ക് ബസ് ഉണ്ടോയെന്ന് അറിഞ്ഞോളൂ കേട്ടോ. ബസ് ഉണ്ടെങ്കിൽ നമ്മൾ തിരുവണ്ണാമലൈ പോകും, അവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടെ തന്നെ റൂം എടുത്ത് സ്റ്റേ ചെയ്യേണ്ടി വരും. ഇപ്പം തന്നെ 6-6:15 ബസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ട് എന്നാണ് ഇവിടുത്തെ കുറച്ച് നാട്ടുകാരൊക്കെ പറഞ്ഞത്. ഒന്നും രാവിലെ പകർത്തിയ കാഴ്ചകളാണ് കേട്ടോ. അവരൊക്കെ മല കയറി വരുന്ന ആളുകളാണ്. അവിടെ കണ്ടതാണ് കേട്ടോ നമ്മൾ. ഇവിടെ തേന്മതി മംഗലത്ത് റൂമുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. 600 രൂപയൊക്കെയാണ് ഒരു റൂമിന് പറയുന്നത്. റൂം എങ്ങനെയുണ്ട് എന്ന് എനിക്കറിഞ്ഞു, വൃത്തിയുള്ളതാണോ എന്ന് നോക്കിയിട്ടില്ല. അവൈലബിൾ ആണ് റൂമൊക്കെ.